കേട്ടുകൊണ്ടിരിക്കുകയാണ് ഖത്തർസ് #1 റേഡിയോ സ്റ്റേഷൻ മലയാളം 98.6. കൂടെയുണ്ട് ഷിഫിൻ. ഇന്ന് എന്റെ കൂടെ ഒരു കഥകളി ആർട്ടിസ്റ്റ് ആണ് വിസ്മയ വിനീഷ്. ഹലോ. ഹായ്. യെസ്, വിസ്മയ ഒരു വിസ്മയം തീർത്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. അത് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കൃത്യമായിട്ട് ഓർമ്മിക്കുകയാണെങ്കിൽ 2019 ഒരു വേൾഡ് റെക്കോർഡിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കഥകളിയിലൂടെ. 66 സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പ്, 8 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിൽ പെർഫോം ചെയ്തു. ലാർജസ്റ്റ് ആൻഡ് ലോങ്സ്റ്റ് കഥകളിയായിരുന്നു നിങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിലൂടെയാണ് റെക്കോർഡ് ബുക്കിലേക്ക് ഇടം നേടിയത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് അറിയാൻ പോകുന്നത്. നിങ്ങൾ തുടങ്ങിയാലോ? അത് 14 മണിക്കൂർ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ഇവിടെ 1 മണിക്കൂറാണ്. ഓക്കെ, അപ്പോ നമ്മൾ 2019 ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ്. 2019 മറക്കാനാവാത്ത വർഷമായിരുന്നു എനിക്ക്. ഓക്കെ, അതായത് ആശാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ ചെയ്യാൻ. അതില് കഥ വന്നിട്ട് രാമായണായിരുന്നു. അത് ഫുൾ ഉണ്ടായിരുന്നു. ഞാൻ അതില് മെയിൻ പാർട്ടായിരുന്നു സീതയായിട്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ രാവിലെ നേരത്തെ എണീറ്റ് മേക്കപ്പിന് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാവരും രാവിലെ ഒരു 8:30 മണിക്ക് കളി സ്റ്റാർട്ട് ചെയ്തു. അപ്പോ നമ്മളെല്ലാവരും ടീം മൊത്തം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു 6:30-7 മണിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അവിടെ അവരുടെ ചുട്ടി കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. എന്റെ വന്നിട്ട് ഏകദേശം ഒരു ഉച്ച സമയത്തൊക്കെ ആയിരുന്നു എന്റെ കളി. മേക്കപ്പ് എന്ന് പറയുന്നത് തന്നെ മണിക്കൂറുകളോളം വേണ്ടി വരും. അതെ, മണിക്കൂറുകളുണ്ട്. കാരണം എന്റെ വന്നിട്ട് സ്ത്രീ വേഷം ആയതുകൊണ്ട് അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ കുറെ പുരുഷ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ മേക്കപ്പ് വന്നിട്ട് ഒരു മാക്സിമം എല്ലാം കൂടി ചേർത്തിക്കാൻ ഒരു 7 മണിക്കൂർ എല്ലാം കൂടി ചേർത്തിക്കാനാ. കാരണം 4 മണിക്കൂർ ഉണ്ടാവും ചുട്ടി കാര്യങ്ങളെല്ലാം. പിന്നെ അങ്ങടെ ഡ്രസ്സിങ്സും എല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 6-7 മണിക്കൂർ അങ്ങനെ. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ ഒരു പെർഫോമൻസ്? ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വെക്കേഷൻ ഉണ്ടാവുമല്ലോ, അപ്പൊ അതിന് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ മ്യൂസിക് കോളേജ് ഓഡിറ്റോറിയത്തിലാണ്. ഇതിന്റെ തയ്യാറെടുപ്പുകൾ എങ്ങനെയൊക്കെയായിരുന്നു? തയ്യാറെടുപ്പുകൾ നമുക്ക് ഇത് വന്നിട്ട് ആശാൻ ഒരു 3-4 മാസം മുമ്പേ സൂചനകൾ തരായിരുന്നു ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഇങ്ങനെ വർഷം നമുക്ക് ഒരു വാർഷികം പറഞ്ഞൊരു ഇതുണ്ടാവും. അപ്പൊ നമ്മൾ ഈ വാർഷികത്തിനായിരുന്നു നമുക്ക് ആശാൻ ഇങ്ങനെ, ഞാൻ ആദ്യമായിട്ടായിരുന്നു ആ വാർഷികം ചെയ്യുന്നുണ്ടായിരുന്നത്. കാരണം ഇതിന് മുന്നേ എനിക്ക് അറിഞ്ഞില്ല. പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്യായിരുന്നു വാർഷികം. അപ്പൊ 3-4 മാസം മുമ്പ് ഇങ്ങനെ സൂചന തന്നപ്പോ തന്നെ നമ്മളെല്ലാം കൂടി അപ്പൊ തന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ പ്രാക്ടീസിന് പോയി. അതായത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മളൊരു റെക്കോർഡ് ബ്രേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറുതല്ല, വലിയ ടെൻഷൻ കൂടി ഉണ്ടായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. പ്രാക്ടീസ് സെക്ഷനിലും എല്ലാം പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കളി ദിവസമൊക്കെ എത്തുമ്പോൾ നമുക്കൊരു വല്ലാത്ത മാനസികാവസ്ഥയില് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. മെയിൻ കാര്യം നമ്മൾ ഈ വേഷം ഉടുത്ത് കെട്ടുമ്പോൾ മേക്കപ്പ് ചെയ്താലും ചുട്ടി കുത്തിയാലും വെള്ളം കുടിക്കുന്നതും കുറച്ച് ബുദ്ധിമുട്ടായ കാര്യങ്ങളാണ്. കാരണം നമുക്കിപ്പോ യൂറിൻ പാസ് ചെയ്യാനും എല്ലാം ബുദ്ധിമുട്ടാണ്. പിന്നെ ചുട്ടി പൊട്ടുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. ഫുഡ് കഴിക്കാൻ പറ്റില്ല. അപ്പൊ രാവിലെ കളിക്ക് കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഈവനിങ് ഇതിപ്പോ 14 മണിക്കൂർ കാര്യം പറയുമ്പോൾ നമുക്ക് രാത്രി എല്ലാം കഴിഞ്ഞ് സമാധാനത്തിൽ ഫുഡ് കഴിക്കാം. അപ്പൊ ഒരു ദിവസത്തെ ഫുള്ള് നമ്മൾ എന്തായാലും നോൻപ് പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ അന്നത്തെ ദിവസത്തെ. അതിന്റെ റിസൾട്ട് ആണ് നിങ്ങളെ തേടിയെത്തിയത്. ആ ഒരു റെക്കോർഡ് ബുക്കിലേക്ക് നിങ്ങൾ ഇടം നേടുകയാണ്. 66 പേര്. അങ്ങ് പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജിൽ ഗംഭീരമായുള്ള ഒരു പെർഫോമൻസ് 2019 നടന്നു. അത് വേൾഡ് റെക്കോർഡ് ബുക്കിൽ ഇടം നേടുകയും ചെയ്തു. 14 മണിക്കൂർ 64 സ്ത്രീകൾ ഗംഭീരമായിട്ട് കഥകളി നടത്തുകയായിരുന്നു. ആ കാര്യത്തെ കുറിച്ചാണ് ഇന്ന് റേഡിയോ മലയാളം 98.6 നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഷിഫിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കഥകളിയിൽ അംഗമായിട്ടുള്ള വിസ്മയ വിനീഷ് എന്റെ കൂടെയുണ്ട്. വിസ്മയ, നമ്മളിങ്ങനെ കുറെ കാര്യങ്ങൾ പറയുകയായിരുന്നു. ഈ ഒരു കഥകളി, ആ ഒരു ആർട്ട് ഫോം പഠിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എപ്പോഴായിരുന്നു? സത്യം പറഞ്ഞാൽ ശരിക്കും എന്റെ അനിയത്തി 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഒരു 5ല്. അപ്പോ അനിയത്തി ഇങ്ങനെ കഥകളി പഠിക്കാൻ അമ്മ കൊണ്ടുപോയി ചേർത്തി വിട്ടു. പക്ഷെ അനിയത്തിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അമ്മയായിരുന്നു അതിന്റെ ഒരു ബാക്ക് സപ്പോർട്ടിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കഥകളി എന്നൊക്കെ കേൾക്കുമ്പോ ഇത്രയും വലിയ സംഭവം ഇതൊക്കെ ചെയ്തു തീർക്കണം, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒന്ന് ബാക്കിലോട്ടായി. പിന്നുണ്ട് പെട്ടെന്ന് മനസ്സിലൊരു മോഹം വന്നു, ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ, എന്തായാലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, എന്താ ഇതൊക്കെ നോക്കാം. ഭരതനാട്യമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം വന്നിട്ട് 3 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയതാ. അത് ഞാൻ കഥകളി പഠിക്കുന്നതിന് മുന്നേ കൂടെ സൈഡായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നവരാത്രി ടൈമിൽ ഞാൻ ഇത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
കഥകളിയില് ഒരു 6 മാസം അങ്ങനെ പോയി അരങ്ങേറ്റം എത്തി കഴിഞ്ഞിട്ട് അങ്ങനെ അത് ഒരു പ്രോഗ്രാം അങ്ങനെ ചെയ്തു. അങ്ങനെ ഞാൻ ഓരോ വർഷം കൂടുമ്പോൾ ഓരോ പ്രോഗ്രാം ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ട് തുടങ്ങി. ഇപ്പോ ഈ റീസെന്റ് ആയിട്ട് എനിക്ക് ഈ 6 മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു, 6 മാസം എനിക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അനിയത്തിക്ക് വേണ്ടിയിട്ട് ചേച്ചി പഠിക്കുകയായിരുന്നു. ഇത്രയും നേട്ടങ്ങൾ സ്വന്തമാക്കി ഇങ്ങനെ വരുമ്പോ അനിയത്തി എന്ത് പറഞ്ഞു? അനിയത്തി കുട്ടിയുടെ പേര് കൂടി പറഞ്ഞേ. അനിയത്തി കുട്ടിയുടെ പേര് ത്രയംബക. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? അവളിപ്പോ ഇനി 9th പോയി, ഇപ്പൊ 8th ഇനി 9th പോവാ. എപ്പോഴെങ്കിലും പറഞ്ഞു ചേച്ചി ഞാൻ ഒന്നുകൂടി അത് റീഓപ്പൺ ചെയ്താലോ എന്ന്? അവൾക്ക് തോന്നിയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ. കാരണം ഞാൻ ഇങ്ങനെ സ്റ്റേജ് പെർഫോമൻസ് പിന്നെ ഈ അവാർഡിങ് എല്ലാം കിട്ടി കഴിഞ്ഞപ്പോ അവൾക്ക് ചെറിയ ഉള്ളിലൊരു മോഹം ഉണ്ട്. അന്ന് അവൾക്ക് കഥകളി അല്ലാതെ വേറെ ഏതൊക്കെ ആർട്ട് ഫോമുകളാണ് ഇപ്പൊ വിസ്മയ പഠിച്ചത്? ഞാൻ ഭരതനാട്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭരതനാട്യം ഒരു 3 വയസ്സിൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ഇതുപോലെ 7ാം ക്ലാസ് എത്തിയപ്പോ ഞാൻ കഥകളിയില് കുറച്ചുകൂടി ഫോർവേഡ് ആയിരുന്നു. അപ്പൊ ഭരതനാട്യം ഞാൻ അന്ന് പിന്നിലോട്ടാക്കി. അപ്പൊ രണ്ടും ഭരതനാട്യം കഥകളിയും കൂടി ചെയ്യുമ്പോൾ രണ്ടും മിക്സഡ് ആയി പോവാ കളിച്ചോണ്ടിരിക്കുമ്പോ. അപ്പൊ പിന്നെ ഞാൻ എന്തായാലും 3 വയസ്സ് മുതൽ പഠിക്കാൻ തുടങ്ങി. ഭരതനാട്യം ഞാൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ പിന്നെ കഥകളിയിലേക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുത്തു. വേണോ വേണ്ടോ എന്നുള്ള തോന്നൽ പണ്ടുണ്ടായിരുന്നു. ആ തോന്നൽ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടല്ലോ ഇപ്പൊ ഫുൾ മാറി. വേണം ലൈഫ് പാർട്ട്ണർ ആയിട്ട്. അതിന്റെ കൂടെ ഞാൻ ടാറ്റു കൂടെ അടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കഥകളിയിലേക്ക് ആദ്യ ഗുരു ആരായിരുന്നു? ആദ്യം ഒരു കലാമണ്ഡലം വെങ്കിട്ടരാമൻ, ആ ആശാനായിരുന്നു. ഇപ്പോഴും തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഗുരുവിനെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇഷ്ടപ്പെടുന്ന ഗുരു ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോവാം. അതായിരുന്നു എന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ എന്തായാലും ഇഷ്ടത്തോടെ കഥകളി പഠിച്ച ഒരു വ്യക്തിയാണ് ഇന്ന് നിങ്ങളാണ് താരത്തിൽ ഷിഫിന്റെ കൂടെ റേഡിയോ മലയാളം 98.6 14 മണിക്കൂർ നിർത്താതെ കഥകളി നടത്തുക. ആ കഥകളി ചെന്നെത്തിയത് നേരെ റെക്കോർഡ് ബുക്കിലേക്കാണ്. ആ റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ ഒരു മിടുക്കി കുട്ടിയാണ് ഇന്ന് നിങ്ങളാണ് താരത്തിൽ മലയാളം 98.6 ഷിഫിന്റെ കൂടെയുള്ളത് വിസ്മയ വിനീഷ്. അവിടെ പെർഫോമൻസ് കഴിഞ്ഞു, റെക്കോർഡ് ബുക്കിൽ ഇടം നേടിക്കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടുകയാണ്. വിസ്മയ വിനീഷ് എന്ന ഒരു പേരൊക്കെ കാണുകയാണ്. ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു? ആ മൊമെന്റ് വന്നിട്ട് അതായത് കളി കഴിഞ്ഞു, അവിടെ സ്റ്റേജില് ഗിന്നസ് റെക്കോർഡ് തരാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോ എന്റെ എല്ലാം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നമ്മള് ഇങ്ങനെ അവാർഡ് മേടിക്കണ സമയത്ത് എന്റെ ഫാമിലി ഉണ്ടായിരുന്നു കൂടെ. ശരിക്കും പറഞ്ഞത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ഗിന്നസ് റെക്കോർഡ് എന്നൊക്കെ കിട്ടാന്ന് പറഞ്ഞ ഒരു അറിയാലോ അങ്ങനെ. അപ്പോ എല്ലാവരും ഫോട്ടോ എടുത്തു. ആശാന് ഭയങ്കര സന്തോഷായി. നമ്മൾ ഇത്രയും പേര് 66 പേര്. അപ്പൊ നമ്മളിങ്ങനെ പ്രോഗ്രാം എല്ലാം ചെയ്തപ്പോ ആശാന് ഭയങ്കര സന്തോഷായി. കാരണം നമ്മള് കഷ്ടപ്പെട്ട് കളിച്ചു, സർട്ടിഫിക്കറ്റ് വാങ്ങി. അതായത് ഈ 66 പേരെ ഒരുപോലെ തയ്യാറെടുപ്പിക്കുക എന്ന് പറയുന്നതിന് അതിന് തന്നെ 6 മാസം മുതൽ പ്രാക്ടീസ് തുടങ്ങി നമ്മള്. അപ്പം അതിനാണ് നമുക്ക് ഓരോ സെക്ഷനായിട്ട് ബാച്ച് ആയിട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ കൂടെ കളിക്കുന്ന ആരാണോ പാർട്ട്നേഴ്സ് അവരെ വെച്ച് നമ്മൾ കളിപ്പിക്കും. അതിന് കുറെ നമുക്ക് പ്രാക്ടീസ് സെക്ഷൻ ഉണ്ടായിരുന്നു. വിത്ത് മദ്ദളം കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതിന്റെ പേരാണ് ചൊല്ലിയാട്ടം എന്ന് അതിനെ പറയും. അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. 6 മാസം മുതൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും മറ്റേ ചൊല്ലിയാട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 8 വയസ്സ് മുതൽ 54 വയസ്സ് വരെയുള്ളവരാണ് ചെറിയ കുട്ടികൾ. ഒരു 15 വയസ്സിന് മുകളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കൊച്ചുകുട്ടികൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അതായത് വിസ്മയ ഉൾപ്പെടെ ആ സമയത്ത്. ആ ഒരു സമയത്ത് അയ്യോ എനിക്ക് പറ്റുമോ, പേടി, നല്ല പേടിണ്ടായിരുന്നു. കാരണം എക്സ്പ്രഷൻസ് വരുമോ മുഖത്ത്, കളിക്കാൻ പറ്റുമോ, തെറ്റോ എന്നുള്ള പേടിയായിരുന്നു ഫുള്ളും. ബട്ട് നമ്മൾ അതിന്റെ കൂടെ അനുസരിച്ച് നിന്നപ്പോ ആ ഒരു സുഖം വേറെ തന്നെയാണ്. അവരുടെ കൂടെ തന്നെ നിൽക്കുമ്പോ, ആശാമാരുടെ കോസിംഗേഴ്സിന്റെ കൂടെ നിൽക്കുമ്പോഴേ പിന്നെ അവര് നമ്മുടെ കൂടെ നിന്ന് തരും. നമുക്ക് അതായത് എക്സ്ട്രാ താളമൊക്കെ ഇട്ട് തരും നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അത് ചെറിയ കുട്ടി പോലും അവർക്ക് വേണ്ടിയിട്ട്. ആ കുട്ടി ശരിക്കും ഒരു 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ് എത്തിയിട്ടുണ്ടാവുള്ളൂ. വേദവിഷ്ണു എന്നാണ് പേര് കുട്ടിയുടെ. കിങ്ങിണി എന്ന് വിളിക്കും. ആ കുട്ടിയായിരുന്നു ചെറിയ കുട്ടിയായില്. ഈ ഒരു കഥകളി കംപ്ലീറ്റ് ചെയ്യുന്നു, 14 മണിക്കൂർ കഴിയുന്നു, റെക്കോർഡുകൾ കൈകളിലേക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ നമ്മുടെ പാരന്റ്സിന്റെ അരികിലേക്കാണ്. അതെ, ആ മൊമെന്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അച്ഛൻ ശരിക്കും ഇവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നാട്ടിലോട്ട് വരുന്നത് ലീവിന് വരുമ്പോഴായിരുന്നു. ഏപ്രിൽ മെയിലായിരുന്നു ഇത് നടന്നത്. അപ്പോ ലീവിന് വരുമ്പോ എന്നെ ഈ കഥകളി വേഷത്തിലൊക്കെ കാണുന്നത് അപൂർവ. കാരണം അച്ഛൻ ഇവിടെ ഉള്ളപ്പോഴാണ് മിക്കവാറും ഞാൻ അവിടെ വേഷം ചെയ്യുന്നത്. അപ്പൊ അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. ഈ വർഷം മാർച്ചിലായിരുന്നു അച്ഛൻ എന്നെ പുരുഷ വേഷത്തിൽ കണ്ട്. അതുവരെ ഈ സ്ത്രീ വേഷത്തിലായിരുന്നു എന്നെ കണ്ടത്. അച്ഛനായിരുന്നു കൂടുതൽ സന്തോഷം. അമ്മയ്ക്കും ഭയങ്കര സന്തോഷം. പക്ഷെ അമ്മയും കാട്ടി കൂടുതൽ അച്ഛനാണ്. കാരണം അച്ഛൻ കാണല്ലേ സ്വന്തം മകള് ആരെങ്കിലും എത്തുമ്പോ അവര് പാലക്കാട് സ്വന്തം നാട്ടിൽ തന്നെയാണ് പെർഫോം ചെയ്യാൻ പറ്റിയത്. അതിന്റെ ഒരു അഭിമാനം കൂടി ഉണ്ടാവുമല്ലോ. അതെ, വീട്ടുകാരും അമ്മയുടെ
കുടുംബക്കാരും അച്ഛന്റെ കുടുംബക്കാരും എല്ലാവർക്കും അഭിമാനമാണല്ലോ. അതെ, ആ ഒരു അവരുടെ ഇതിൽ ഞാൻ മാത്രമേ കഥകളി ആയിട്ടുള്ളൂ. വേറെ ആരും അങ്ങനെ ഡാൻസ് അങ്ങനെ ഇതായി ചെയ്തിട്ടില്ല, ഭരതനാട്യം പോലും. ആ വേറിട്ട് നിന്നത് നേരെ ഗിന്നസ് റെക്കോർഡിലേക്കാണ് പോയത്. ഹായ് ഹലോ, ഞാൻ വിസ്മയ വിനീഷ്, കഥകളി ആർട്ടിസ്റ്റ് ആണ്. എന്റെ ഗ്രൂപ്പ് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം. അതില് 66 പേര് നമ്മൾ എല്ലാവരും കൂടി കഥകളി ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുള്ള ആൾക്കാരാണ്. അതിലൊരു മിടുക്കിയാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്. അവിടെ ഗിന്നസ് റെക്കോർഡൊക്കെ നേടിക്കഴിഞ്ഞു. അപ്പൊ ഫ്രണ്ട്സിനിടയിൽ നമ്മൾ ഷൈൻ ചെയ്യും. അതെ, ഫുൾ ഷൈനിങ് ആണ്. കൂട്ടുകാരൊക്കെ എന്താ പറയുന്നത്? പക്ഷെ ഞാൻ അങ്ങനെ ഷൈൻ ചെയ്യണ കൂട്ടത്തിലല്ല. എനിക്കത് അത്ര ഇഷ്ടമല്ല. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടി, എന്തോ ദൈവം സഹായിച്ച് അങ്ങനെ കിട്ടി പ്രാർത്ഥനയോടെ. ഫ്രണ്ട്സിനോട് പറഞ്ഞു, അവരെല്ലാം അന്തം വിട്ടക്ക. ഗിന്നസ് റെക്കോർഡ് കിട്ടിയോ നിനക്ക് ചോദിച്ചിട്ട് അങ്ങനെ ഫ്രണ്ട്സിനോട് അങ്ങനെ പറഞ്ഞു. അവർക്ക് എല്ലാവർക്കും അഭിമാനാണ് ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു നിലയിലെത്തി എന്നൊരു. അതെ, വിസ്മയുടെ ഫാമിലി ഒക്കെ ഖത്തറിലുണ്ട്. അതെ, ഖത്തറിൽ എപ്പോഴെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലേ, ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രോഗ്രാം ഇവിടെ വെക്കണം എന്നുള്ളത്. അതായത് കേൾക്കുന്ന റേഡിയോ മലയാളത്തിന്റെ പ്രിയപ്പെട്ടവരും അത് തന്നെയായിരിക്കും പറയുന്നത്. കാരണം ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു മിടുക്കി നമ്മുടെ ഖത്തറിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പെർഫോമൻസ് അവർക്കും കാണണമെന്ന് ഖത്തറിൽ ഒരു പ്രാവശ്യം പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് വർഷം വേണം എന്നായിരിക്കും പറയുണ്ടാവുക. ചിലവർക്ക് അർത്ഥം മനസ്സിലാവാതിരിക്കും, പക്ഷെ അത് കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് തന്നെയാണ്. നമ്മൾ ലാഗ് അടിപ്പിക്കാതെയാണ് നമ്മുടെ ആശാൻ കൊണ്ടുപോവുക പ്രോഗ്രാം എല്ലാം. അതായത് ഇപ്പൊ ഒരു കഥ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ലാഗ് അടിക്കാതെ ആ കഥ നല്ല ഇൻട്രസ്റ്റിംഗിൽ കൊണ്ടുവരും. അടുത്തത് എന്താ സംഭവിക്കുക, ഒരു സിനിമ കാണുന്ന ഫീൽ പോലെ തന്നെ ആയിരിക്കും ഇതിൽ. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. പ്ലസ് 2 വരെ നാട്ടിലായിരുന്നു പഠിച്ചത്. ഇപ്പൊ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുക. പഠിത്തം അവിടെയും ഇവിടെയും അങ്ങനെ മാറി നിൽക്കുന്നു. അതിനിടയിൽ എപ്പോഴെങ്കിലും ഒക്കെ നാട്ടിലെ കലോത്സവങ്ങളിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട്. നാട്ടിലെ കലോത്സവം പ്ലസ് 1 പ്ലസ് 2 എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് 8th പഠിക്കുമ്പോൾ. കലോത്സവം ഞാൻ ചെയ്തു. അതില് ഞാൻ രാവണോത്ഭവം എന്ന കഥയിലെ രാവണനായിട്ടായിരുന്നു ഞാൻ ചെയ്തിരുന്നത്, പുരുഷവേഷം. അതില് 2ാം സ്ഥാനം കിട്ടി. ചെറിയൊരു മിസ്റ്റേക്കിലായിരുന്നു അത് പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് 2ാം സ്ഥാനം കിട്ടിയത്. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? കഥകളി മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് മെയിൻ ആവശ്യം. കഥകളി പഠിച്ച് ചെറിയൊരു ടീച്ചർ ആവണമെന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് അത് ആശാന്റെ അടുത്ത് തന്നെ പഠിച്ച് അതെല്ലാം മൊത്തമായി പഠിച്ചു കഴിഞ്ഞിട്ട് അതിന് ടീച്ചർ ആവാൻ പ്ലാൻ ഉണ്ട്. എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കാം. ഇനി നിങ്ങളുടെ കല്ലേക്കുളങ്ങര ഗ്രാമത്തെ കുറിച്ച് കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം അങ്ങനത്തെ ഒരു ആൾക്കാരെ കിട്ടുന്നതൊക്കെ ഒരു ലക്ക. കാരണം അവിടെയുള്ള ആശാനും വൈഫും നമ്മുടെ സ്വന്തം അച്ഛനും അമ്മയെ പോലെ തന്നെയാണ്. കല്ലേക്കുളങ്ങര കഥകളി ഗ്രാമം ഒരു ഫേമസ് ആയ തന്നെയാണ്. നല്ല രസമാണ് അവിടെ, പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് നല്ല രസം. പെട്ടെന്ന് ആശാനെ ഓർമ്മിച്ചില്ലേ? ആശാന്റെ പേര് കലാമണ്ഡലം വെങ്കിട്ടരാമൻ എന്നാണ്. വൈഫിന്റെ പേര് പത്മാവതി തന്നെയാണ്. ഈ നിങ്ങൾ റെക്കോർഡ് നേടി കഴിഞ്ഞിട്ട് പിന്നെയും ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കാനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. അപ്പൊ അവിടെ കയറി വരുന്നത് ഗേൾസാ. ആദ്യത്തെ പെർഫോമൻസ് എവിടെയായിരുന്നു? ആദ്യത്തെ പെർഫോമൻസ് അരങ്ങേറ്റം കുറിക്കുന്നത് 6ാം ക്ലാസ്സിലായിരുന്നു. അത് വന്നിട്ട് ഞാൻ പഠിച്ച സ്കൂളിന്റെ കുറച്ച് അതിന്റെ ഓപ്പോസിറ്റ് ഒരു അമ്പലത്തിലായിരുന്നു, കൊട്ടേക്കാട് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പൊ എന്തായാലും റേഡിയോ മലയാളം 98.6ന്റെ എല്ലാവിധ വിഷസ് ആൻഡ് സപ്പോർട്ട് വിസ്മയക്ക് അറിയിക്കുകയാണ്. ഇനിയും ഗംഭീരമായിട്ട് പല വേദികളിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ. മനസ്സിലെ ആഗ്രഹം പോലെ തന്നെ ഖത്തറിൽ പെർഫോം ചെയ്യുന്നത് കാണാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.